ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതിൽ ആഹ്ലാദാരവങ്ങളുമായി കാട്ടിലെ പീടിക ജനകീയ സമരസമിതി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതിൽ കല്ലാഴി പുഴയോരത്തും ആഹ്ലാദം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ ദിനാചരണം കോഴിക്കോട് DCCയിൽ. കേരള മാപ്പിളകലാ അക്കാദമി PH സ്മാരക മാനവ മൈത്രി പുരസ്കാരം ഡോക്ടർ MN കാരശ്ശേരിക്ക്. സിത്താരെ സമീൻ പർ എന്ന ഹിന്ദി ചിത്രത്തിൽ അഭിനയിച്ച കോഴിക്കോട് സ്വദേശി ഗോപികൃഷ്ണ വർമ്മയ്ക്ക് ആദരം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതിൽ ആഹ്ലാദാരവങ്ങളുമായി കാട്ടിലെ പീടിക ജനകീയ സമരസമിതി. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് സർക്കാർ തീരുമാനത്തെ ജനങ്ങൾ എതിരേറ്റത്. 2020 ഒക്ടോബർ 2-നായിരുന്നു LDF സർക്കാർ പ്രഖ്യാപിച്ച കേരയിൽ പദ്ധതിക്കെതിരെ പ്രതിഷേധം തുടങ്ങിയത്. 5.5 വർഷങ്ങൾക്കിപ്പുറം UDF സർക്കാർ അധികാരത്തിലെത്തി 2ാം മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതി ഉപേക്ഷിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ജില്ലയിൽ അഴിയൂർ, വടകര, പുതുപ്പണം, കൊയിലാണ്ടി, കാട്ടിലപ്പീടിക, കല്ലായി എന്നീ പ്രദേശത്തെ റെയിൽവേ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ 30 മീറ്റർ ബഫർ സോൺ ഒഴിച്ച് 25 മീറ്റർ വീതിയിലാണ് സ്ഥലം ഏറ്റെടുക്കൽ നടത്തിയത്. വിവിധ ഘട്ടങ്ങളിലായി നടന്ന സമരങ്ങളിലൂടെ പദ്ധതി പ്രദേശങ്ങളിൽ സ്ഥാപിച്ച മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞതും സമരം ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. ഒടുവിൽ VD സർക്കാർ പദ്ധതി ഉപേക്ഷിച്ച് സ്ഥലം ഏറ്റെടുക്കൽ അടക്കം റദ്ദാക്കിയതോടെ സമരപ്പന്തലിൽ ആഹ്ലാദം അലയടിച്ചു. വലിയ സന്തോഷമെന്ന് സമരസമിതി ചെയർമാൻ TT ഇസ്മായിൽ പറഞ്ഞു. മന്ത്രിസഭാ തീരുമാനം ഞങ്ങൾ ശരിക്കും ഈ ന്യൂസ് ഈ ക്യാബിനറ്റിന്റെ റിപ്പോർട്ട് കാതോർക്കുകയായിരുന്നു. കാരണം ഇന്നലെ ഞങ്ങൾ സമരസമിതി നേതാക്കന്മാർ തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ടു. എന്തായാലും സമരം ആരംഭിച്ച പ്രതിഷേധ പന്തലിൽ മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും പ്രതിഷേധക്കാർ ആഘോഷിച്ചു. ഈ മാസം 22-ന് വിജയാഹ്ലാദ ബഹുജൻ റാലി നടത്താനാണ് തീരുമാനം. ആഹ്ലാദ പ്രകടനത്തിന് സമരസമിതി ജില്ലാ ചെയർമാൻ TT ഇസ്മായിൽ, സംസ്ഥാന കൺവീനർ PM ശ്രീകുമാർ, P കൃഷ്ണകുമാർ, ഒലിവ് മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതിൽ കല്ലായി പുഴയോരത്തും ആഹ്ലാദം അലതല്ലി. മഞ്ഞക്കുറ്റിക്ക് പ്രണാമമർപ്പിച്ച് പ്രദേശവാസികൾ റീത്ത് വെച്ചു. ഫൈസൽ പള്ളിക്കണ്ടി നേതൃത്വം നൽകി. ജനമനസ്സുകൾ വിജയിച്ചു. സമരസമിതിക്ക് അഭിവാദ്യങ്ങൾ. റെയിലിൽ പദ്ധതിയെ ഉപേക്ഷിച്ചൊരു സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചതിൽ പടക്കം പൊട്ടിച്ചും മധുരപലഹാര വിതരണം നടത്തിയും കല്ലായി പുഴയോരത്ത് കേരയിൽ വിരുദ്ധ സമരസമിതിയുടെ ആഹ്ലാദ പ്രകടനം നടന്നു. കല്ലായി പുഴയുടെ തീരത്ത് മഞ്ഞക്കുറ്റികൾക്ക് സമരസമിതി കോർഡിനേറ്റർ ഫൈസൽ പള്ളിക്കണ്ടി റീത്ത് സമർപ്പിച്ച് കുറ്റിക്ക് പ്രണാമമർപ്പിച്ചു. EP ജാഫർ അധ്യക്ഷനായിരുന്നു.
ഫിറോസ് എണ്ണപ്പാടം, SV അഷറഫ്, ഫൈസൽ എണ്ണപ്പാടം, EP അഷറഫ്, PP ഉമ്മർകോയ, TV അബൂബക്കർ, PP ഇസ്ഹാഖ്, CP അമാൻ, KT സിദ്ദിഖ്, NKV അഷറഫ്, P സിനാൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ വാർഷിക ദിനം ആചരിച്ചു. കോഴിക്കോട് DCC ഓഫീസിൽ അനുസ്മരണ യോഗം ചേർന്നു. ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി. പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. 1991 മെയ് 21 സായം സന്ധ്യ രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ ഉരുകിയൊലിക്കുന്നു. തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പതൂർ മണ്ഡലത്തിലെ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ആയിരങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് ഗാന്ധിയെ മുദ്രാവാക്യം വിളികളോടെ കാത്തുനിൽക്കുന്നു. വിശാഖപട്ടണത്തെ റാലിയും കഴിഞ്ഞ് കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പതൂരിലേക്ക്. ജനങ്ങളിലേക്ക് ഇറങ്ങിയ രാജീവ് നിമിഷ നേരങ്ങൾ കൊണ്ട് ചാരമായി. LTTE ഭീകരർ ചാവേറുകളായി പൊട്ടിത്തെറിച്ചപ്പോൾ രാജ്യം ദിവസങ്ങളോളം നിശ്ചലവും നിശബ്ദവുമായി. കേസിൽ CBI അറസ്റ്റ് ചെയ്ത 26 പേരെയും ചെന്നൈയിലെ ടാഡ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. സുപ്രീം കോടതി ഇതു തള്ളി വധശിക്ഷ മുരുകൻ, ശാന്തൻ, പേരറിവാളൻ എന്നീ 3 പേരിൽ ഒതുക്കി. ഇവരുടെ വധശിക്ഷ 2011 സെപ്റ്റംബറിൽ നടക്കാനിരിക്കെ മദ്രാസ് ഹൈക്കോടതി കേസിൽ ഇടപെട്ടു. 20 വർഷത്തിലേറെ ജയിലിൽ കിടന്നതിനാൽ വധശിക്ഷ ഒഴിവാക്കണമെന്ന ഇവരുടെ ആവശ്യം സ്വീകരിച്ച കോടതി ശിക്ഷ ജീവപര്യന്തമായി കുറക്കുകയായിരുന്നു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമവാർഷിക ദിനമാണ് മെയ് 21. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഈ ദിവസം ഭീകരവിരുദ്ധ ദിനമായും ആചരിക്കുന്നു. അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. കോഴിക്കോട് DCC ഓഫീസിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. KPCC അംഗം രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാവിൽ P മാധവൻ, ഹാഷിം മാനോളി, ചോലക്കൽ രാജേന്ദ്രൻ, ഷാജർ അറാഫത്ത്, KC അബു, ദിനേശ് പെരുമണ്ണ, ഷെറിൽ ബാബു എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള മാപ്പിളകല അക്കാദമി PH സ്മാരക മാനവ മൈത്രി പുരസ്കാരം ഡോക്ടർ MN കാരശ്ശേരിക്ക് സമർപ്പിക്കും. മെയ് 23 കോഴിക്കോട് വേദി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ മന്ത്രി ഡോക്ടർ MK മുനീർ പുരസ്കാരം സമർപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഇത്തവണ MN കാരശ്ശേരിയാണ് മാനവ മൈത്രി പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. മുൻ മന്ത്രി ഡോക്ടർ MK മുനീറാണ് ഉപഹാര സമർപ്പണം നടത്തുന്നത്. 6 ഗൾഫ് രാഷ്ട്രങ്ങളിലും അതോടൊപ്പം ലക്ഷദ്വീപിലും വ്യവസ്ഥാപിതമായ രീതിയിൽ ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ കലാ, സാഹിത്യ, സാംസ്കാരിക രംഗത്തുള്ള എല്ലാ കലകളെയും ഉൾക്കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ മാപ്പിളകല അക്കാദമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള മാപ്പിളകല അക്കാദമി സ്ഥാപക പ്രസിഡന്റ് PH അബ്ദുള്ള മാസ്റ്ററുടെ പേരിലുള്ള 2ാമത്തെ പുരസ്കാരമാണിത്. ഇത്തവണത്തെ പുരസ്കാരം സാഹിത്യകാരനും പ്രഭാഷകനും നിരൂപകനുമായ MN കാരശ്ശേരിക്ക് സമർപ്പിക്കുമെന്ന് കേരള മാപ്പിളകല അക്കാദമി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ഫൈസൽ എളേറ്റിൽ PH അനുസ്മരണ പ്രഭാഷണം നടത്തും. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരള മാപ്പിളകല അക്കാദമി സീനിയർ ഉപാധ്യക്ഷൻ പ്രൊഫസർ AP സുബൈർ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തും. ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് AK മുസ്തഫ, ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ, സംസ്ഥാന ട്രഷറർ ചാലോടൻ രാജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
ബോളിവുഡ് നടൻ അമീർ ഖാന്റെ സിതാരെ സമീൻ പർ എന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച കോഴിക്കോട് സ്വദേശി ഗോപികൃഷ്ണ വർമ്മയെ ആദരിച്ചു. ഡൗൺ സിൻഡ്രോം ജനിതക തകരാറുള്ള വ്യക്തിയാണ് ഗോപികൃഷ്ണ വർമ്മ. വിനീഷ് വിദ്യാധരൻ പുരസ്കാരം സമർപ്പിച്ചു. സാമൂഹിക സാംസ്കാരിക സംഗീത കൂട്ടായ്മയായ വാർമുകിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് യുവനടൻ ഗോപികൃഷ്ണ വർമ്മയെ ആദരിച്ചത്. പ്രധാന കഥാപാത്രമായി തിരികെ, കൂടാതെ ത്രയം, ഇടിയൻ ചന്തു, ഒരു ഇന്തോ വിയറ്റ്നാമീസ് ചിത്രം, തമിഴ് ചിത്രം എന്നിവയിലും ഗോപികൃഷ്ണൻ അഭിനയിച്ചിട്ടുണ്ട്. ഗോപികൃഷ്ണന് വിനീഷ് വിദ്യാധരൻ പുരസ്കാരം സമർപ്പിച്ചു. ഗായകരായ ഇ പ്രഭാകരൻ, സുധാകരൻ എഴുത്തുപള്ളി, സായി വിവേക്, കോർഡിനേറ്റർ MP ഹാരിസ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. വാർമുകിൽ ചെയർമാൻ AB റഷീദ് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗോപികൃഷ്ണന്റെ മാതാപിതാക്കളും ഗായകരുമായ കിഷോർ അനിയൻ, രഞ്ജിനി വർമ്മ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. KP മുഹമ്മദ് അസ്ലം, ബിന്ദു സുനിൽ, സുനിൽ കക്കോത്ത്, VM ശശികുമാർ, പ്രഭിത ഗണേഷ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡിജിറ്റൽ മേഖലയിൽ ബോധവൽക്കരണ സെമിനാർ നടത്തി. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അനന്ത സാധ്യതകളും പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റ് രംഗത്തെ ഭാവിയെക്കുറിച്ചും ചർച്ചകൾ നടന്നു. ഡിജിറ്റൽ പരസ്യമേഖലയിൽ നിർണായക സാന്നിധ്യമായ MIQവും കാലിക്കറ്റ് അഡ്വർടൈസിംഗ് ക്ലബ്ബും സംയുക്തമായി ഡിജിറ്റൽ അഡ്വർടൈസിംഗ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് പ്രോഗ്രാമാറ്റിക് വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. MIQ എവല്യൂഷൻ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സെഷൻ നടത്തി. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അനന്ത സാധ്യതകളും പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റ് രംഗത്തെ ഭാവിയെക്കുറിച്ചും സെമിനാറിൽ ചർച്ചകൾ നടത്തി. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് എന്താണ് എന്താ പറയാ ഡിജിറ്റൽ, അതായത് ഇപ്പൊ എല്ലാവരും ഡിജിറ്റലിലേക്ക് പോകുന്നു, ഡിജിറ്റൽ ചെയ്യുന്നു, ഡിജിറ്റലാണ് എന്താ പറയാ അഡ്വർടൈസിംഗിലെല്ലാം ചേഞ്ച് ചെയ്യുന്ന ഡിജിറ്റൽ ആണെന്ന രീതിയിൽ. ആൻഡ് വാട്ട് ഈസ് ചേഞ്ചിങ്, ഡിജിറ്റൽ എന്താണ് മാറ്റുന്നത്, എന്തുകൊണ്ടാണ് ഡിജിറ്റൽ. ഐ എം വെരി ഹാപ്പി ടു ബി ബാക്ക് ഹിയർ. ഐ ഹോപ്പ് യു ഫൈൻഡ് ദി സെഷൻ ഹെൽപ്ഫുൾ. But first of all, thank you again to Calicut Ad Club and everyone who made time to attend this. MIQ നേതൃനിരയിലെ വിനീത് അറോറ, വരുൺ മോഹൻ, രമേശ് സുബ്രഹ്മണ്യം, മിനൽ ഗുപ്ത, കാലിക്കറ്റ് അഡ്വർടൈസിംഗ് ക്ലബ്ബ് സെക്രട്ടറി ഷിജിൻ K തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആനവേട്ടയുടെയും പകയുടെയും കഥ പറയുന്ന കാട്ടാളൻ മെയ് 28-ന് തിയേറ്ററുകളിലെത്തും. നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്ത സിനിമ വമ്പൻ സാങ്കേതിക മികവോടെയും വൻ താരനിരയോടെയുമാണ് എത്തുന്നതെന്ന് അണിയറ പ്രവർത്തകരും നടന്മാരും പറഞ്ഞു. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമയെന്ന വിശേഷണവുമായി എത്തിയ മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആന്റണി വർഗീസ് പെപ്പെ, ദുഷാര വിജയൻ, സുനിൽ, കബീർ സിംഗ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷരീഫ് മുഹമ്മദ് നിർമ്മിച്ച് പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാട്ടാളൻ. പുഷ്പയെ പോലൊരു വലിയ സിനിമയാണ് കാട്ടാളനെന്ന് സുനിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാർക്കോയിലെ സൈറസിനേക്കാളും ഒട്ടും താഴെയല്ല കാട്ടാളനിലെ എഡ്ഡി എന്ന കഥാപാത്രമെന്ന് കബീർ സിംഗ് വ്യക്തമാക്കി. ക്യൂബ്സ് വലിയൊരു സ്പേസാണ് തനിക്ക് നൽകിയതെന്ന് സംഗീത സംവിധായകൻ രവി ബ്രസ്രൂർ പറഞ്ഞു. കരിയർ ബെസ്റ്റ് സൗണ്ട് ഡിസൈൻ കാട്ടാളനിലൂടെ ഏവർക്കും അനുഭവിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമയുടെ പ്രാരംഭ ചർച്ചകൾ മുതൽ നിർമ്മാതാവ് ഷരീഫ് മുഹമ്മദ് തരുന്ന പിന്തുണ വലുതാണെന്ന് സംവിധായകൻ പോൾ ജോർജ് അഭിപ്രായപ്പെട്ടു. വമ്പൻ സാങ്കേതിക മികവോടെയും വൻ ബഡ്ജറ്റോടെയും എത്തുന്ന ചിത്രം മലയാളത്തിലെ തന്നെ മികച്ചൊരു ദൃശ്യ വിസ്മയമാകുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണത്തിന് തായ്ലൻഡിൽ തുടക്കം കുറിച്ചു. സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് പോൾ ജോർജ്, ജോബി വർഗീസ്, ജെറോ ജേക്കബ് എന്നിവരാണ്. സംഭാഷണം ഒരുക്കിയത് ബിഗ് ബി, ചാപ്പാക്കുരിശ്, മുന്നറിയിപ്പ്, ചാർലി തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ ഉണ്ണിയാറാണ്. മലയാളത്തിലെ ശ്രദ്ധേയനായ എഡിറ്റിംഗ് കലാകാരൻ ഷമീർ മുഹമ്മദാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ചിത്രം മെയ് 28-ന് വേൾഡ് വൈഡ് റിലീസിംഗിനായി ഒരുങ്ങുകയാണെന്ന് അണിയറ പ്രവർത്തകർ കോഴിക്കോട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹിമായത്തിൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ശില്പശാല സംഘടിപ്പിച്ചു. ഫോക്കസ് പോയിന്റ് കരിയർ ഗൈഡൻസ് ശില്പശാല പ്രിൻസിപ്പൽ TP അഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. SSLCക്ക് ശേഷം ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന ആശയക്കുഴപ്പങ്ങൾക്ക് വിരാമമിട്ട് ഹിമായത്തുൽ ഇസ്ലാം HSSൽ ഫോക്കസ് പോയിന്റ് കരിയർ ഗൈഡൻസ് ശില്പശാല സംഘടിപ്പിച്ചു. സ്കൂളിലെ കരിയർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രോഗ്രാം പ്രിൻസിപ്പൽ TP മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. മാറിയ കാലത്തെ കരിയർ സാധ്യതകളെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹിമായത്തിൻ്റെ സെല്ലിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന ഖാദർ സാർ, നമ്മുടെ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന മദർ PTA അംഗങ്ങളുണ്ട്. അതോടൊപ്പം മദർ PTA പ്രതിനിധി. സ്കൂൾ PTA പ്രസിഡന്റ് O നൌഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ VK ഫൈസൽ ആമുഖ പ്രഭാഷണം നടത്തി. പ്രമുഖ കരിയർ ഗൈഡ് അബ്ദുൽ ഖാദർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കരിയർ പ്ലാനിംഗ്, +1 ഏകജാലക പ്രവേശന പ്രക്രിയകൾ, SSLCക്ക് ശേഷമുള്ള വൈവിധ്യമാർന്ന ഉപരിപഠന സാധ്യതകൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഹിമായത്തുൽ ഇസ്ലാം HSS അതൊരു വലിയ നേട്ടമാണ്. ഒരു കുട്ടി തോറ്റുപോയാൽ ആ ലിസ്റ്റിൽ നമ്മൾ പെടില്ല. അപ്പൊ അത് നമുക്ക് വലിയൊരു കിട്ടലാണ്. നമ്മൾ ഹിമായത്ത് സ്കൂളിൽ ഈ വർഷം എല്ലാ ആളുകളും SSLC പാസ്സായി. ഈ വർഷം സ്കൂളിൽ നിന്നും SSLC ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശില്പശാലയിൽ പങ്കെടുത്തു. ചടങ്ങിൽ TP ഫൈസൽ അലി നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വരലയം റെസിഡൻസ് അസോസിയേഷൻ 10ാം വാർഷികം ആഘോഷിച്ചു. കൗൺസിലർ ഷിനു പിന്നാണത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. അംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. സ്വരലയം റെസിഡൻസ് അസോസിയേഷന്റെ 10ാം വാർഷികാഘോഷം കൗൺസിലർ ഷിനു പിന്നാണത്ത് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് വെള്ളപ്പാലി സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. റെസിഡന്റ് സെക്രട്ടറി ഹബീബ് ഷാ, JNK, CAZ അസീസ്, P കൃഷ്ണൻകുട്ടി, P ഗീത, ശ്രീജ K, റെസിഡൻസ് കോർഡിനേഷൻ സെക്രട്ടറി KC ബാബു, ഡോക്ടർ അമാർ അബ്ദുള്ള എന്നിവരും സംസാരിച്ചു. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഫറൂഖ് കോളേജ് 1966-68 പ്രീ ഡിഗ്രി ബാച്ചിന്റെ സംഗമം ഹോട്ടൽ അളകാപുരിയിൽ നടന്നു. റിട്ടയർഡ് കൃഷി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫറൂഖ് കോളേജിൽ 1966-68 പ്രീ ഡിഗ്രി ബാച്ചിൽ പഠിച്ച സഹപാഠികളാണ് ഓർമ്മ കൂട്ടായ്മയിലുള്ളത്. സഹപാഠികളിൽ പലരും പല ജോലികളുമായി വിദേശത്തും നാടിന്റെ നാനാഭാഗത്തുമായി. കൃഷി വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായി വിരമിച്ച അബ്ദുൾ റഷീദാണ് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത്. കൂട്ടായ്മയുടെ സംഗമം അളകാപുരിയിൽ നടന്നു. അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. 35ഓളം അംഗങ്ങൾ പങ്കെടുത്തു. എല്ലാ വർഷവും ഈ കൂട്ടായ്മ ഒത്തുചേർന്ന് സൗഹൃദം പങ്കിടാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി 60ാം സംസ്ഥാന സമ്മേളനം മെയ് 22 മുതൽ 24 വരെ സുഖവീന്ദ്ര കലാമന്ദിറിലെ മാധവ്ജി നഗറിൽ നടക്കും. മെയ് 22-ന് സംസ്ഥാന നേതൃയോഗം ആധ്യാത്മികാചാര്യൻ AKB നായർ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി വിവേകാമൃതാനന്ദപുരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര സമന്വയ സഭയിൽ സംസ്ഥാന ഉപാധ്യക്ഷ പത്മാവതി അമ്മ അധ്യക്ഷയാകും. ദേവസ്വം അക്കൗണ്ട് സംവിധാനം, ദേവസ്വം പ്രവർത്തനം എന്നിവയെക്കുറിച്ച് പ്രമുഖർ സംസാരിക്കും.
മാതൃസമ്മേളനം ഒളിമ്പ്യൻ PT ഉഷ MP ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രങ്ങൾ സാമൂഹിക പരിവർത്തന കേന്ദ്രങ്ങൾ എന്ന വിഷയത്തിൽ സീമാ ജാഗരൺ മഞ്ച് അഖില ഭാരതീയ സംരക്ഷക് A. ഗോപാലകൃഷ്ണൻ സംസാരിക്കും. മെയ് 24 രാവിലെ നടക്കുന്ന മാധവ്ജി 100ാം ജന്മദിനാഘോഷവും സമിതിയുടെ 60ാം വാർഷിക സമ്മേളനവും മുൻ DGP TP സെൻകുമാർ ഉദ്ഘാടനം ചെയ്യും. മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തും. മാധവ്ജി പുരസ്കാരം ശ്രേഷ്ഠാചാര്യ സഭ ആചാര്യൻ MT വിശ്വനാഥന് സമർപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി KS നാരായണൻ, S. പ്രമോദ് കുമാർ, ജില്ലാ സെക്രട്ടറി N. സേതുമാധവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതിൽ ആഹ്ലാദാരവങ്ങളുമായി കാട്ടിലെ പീടിക ജനകീയ സമരസമിതി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതിൽ കല്ലാഴി പുഴയോരത്തും ആഹ്ലാദം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ ദിനാചരണം കോഴിക്കോട് DCCയിൽ. കേരള മാപ്പിളകലാ അക്കാദമി PH സ്മാരക മാനവ മൈത്രി പുരസ്കാരം ഡോക്ടർ MN കാരശ്ശേരിക്ക്. സിത്താരെ സമീൻ പർ എന്ന ഹിന്ദി ചിത്രത്തിൽ അഭിനയിച്ച കോഴിക്കോട് സ്വദേശി ഗോപികൃഷ്ണ വർമ്മയ്ക്ക് ആദരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.